രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിനെതിരെ വ്യാപക വിമർശനം. ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന്റെ പരാജയ ഭീതിയാണ് രാഹുലിന്റെ അമേഠിയിൽ നിന്നുള്ള പിന്മാറ്റമെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത്. ഇന്നലെയാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അമേഠിയിൽ നിന്നും റായ്ബറയിലേക്കുള്ള രാഹുലിന്റെ ചുവടുമാറ്റത്തിൽ കോൺഗ്രസിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. അമേഠിയിൽ BJPയോടുള്ള തോൽവി ഭയന്നാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ പരീക്ഷിക്കുന്നതെന്നും ഇതോടെ നഷ്ടമാകുന്നത് നെഹ്റു കുടുംബത്തിന്റെ കുത്തകയായിരുന്ന മണ്ഡലമാണെന്ന ചർച്ചകളുമാണ് സജീവമാകുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് എത്രമാത്രം ക്ഷയിച്ചെന്നതിന് ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ പിന്മാറ്റം. 80 ലോക്സഭാ സീറ്റുള്ള UPയിൽ ഇനിയൊരു തിരിച്ചുവരവിന് കോൺഗ്രസിന് കഴിയില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും കോൺഗ്രസ് നടത്തിയത്. വൈകിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനു പിന്നാലെ വന്ന അമേഠിയിലെ മാറ്റവും BJP പ്രചാരണ ആയുധമായി ഏറ്റെടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ പത്രിക നൽകിയതോടെ വയനാടിനോട് കടുത്ത വഞ്ചനയാണ് കോൺഗ്രസ് കാണിച്ചതെന്ന ആക്ഷേപവും ശക്തമാണ്. വയനാട് വൈകാരിക ബന്ധമുള്ള മണ്ഡലമെന്ന് രാഹുൽ പറഞ്ഞതിൽ തരിമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ടെന്നും വിമർശനങ്ങൾ ഉയരുന്നു. രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന തീരുമാനം കോൺഗ്രസ് മറച്ചുവെക്കുകയായിരുന്നുവെന്നും റായ്ബറേലി തീരുമാനം ആദ്യം പ്രഖ്യാപിച്ചാൽ വയനാട് പരാജയപ്പെടുമെന്ന ഭീതിയും കോൺഗ്രസിനുണ്ടായിരുന്നു. സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. രാഹുൽ ഗാന്ധി അമേഠി കൈവിട്ട സാഹചര്യത്തിൽ KL ശർമ്മയാണ് അമേഠിയിൽ മത്സരിക്കുക. കഴിഞ്ഞ തവണ രാഹുലിനെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനി തന്നെയാണ് ഇത്തവണയും BJP സ്ഥാനാർത്ഥി. ഈ മാസം 20-നാണ് ഇരു മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുക. കൈരളി ന്യൂസ്, ദില്ലി.